ചേർത്തല പിനാകി മീഡിയ ഹൗസിൻ്റെ നേതൃത്വത്തിലുള്ള വീഡിയോ ആൽബം പുറത്തിറങ്ങി. തിരുവോണ പൂവിളി എന്ന പേരിലുള്ള വീഡിയോ ആൽബമാണ് പ്രകാശനം ചെയ്തത്. പിനാകി മീഡിയ ഹൗസിൻ്റെ ഏറ്റവും പുതിയ ഓണപ്പാട്ട് തിരുവോണ പൂവിളിയുടെ പ്രകാശനം നടന്നു. സ്വാമിദാസിൻ്റെ വസതിയിൽ ചേർന്ന ചടങ്ങിൽ അഡ്വക്കേറ്റ് ആർ കെ ദാസ് ഭദ്രദീപം കൊളുത്തി പ്രകാശന കർമ്മം നിർവഹിച്ചു. എന്താണെങ്കിലും തൻ്റെ കഴിവുകൾ പുറത്തെടുക്കുവാനും തൻ്റെ ഈ റിട്ടയർ ചെയ്തിട്ടുള്ള അതിനുശേഷമുള്ള ആ വിരസത അകറ്റുവാനും ഒക്കെ ഈ ഇതുപോലുള്ള കഴിവുകൾ പ്രകടിപ്പിക്കുവാൻ ഒരു സമയം പോകുവാനും ഒക്കെ എൻഗേജ്ഡ് ആയിട്ടിരിക്കുവാനും കഴിയും. പാട്ടിന്റെ സ്വിച്ച് ഓൺ കർമ്മം നഗരസഭ വൈസ് ചെയർമാൻ ടി എസ് അജയകുമാർ നിർവഹിച്ചു. ഇന്നത്തെ ഒരു പുതിയ സാഹചര്യത്തിൽ ഒരു പാട്ട് യൂട്യൂബിൽ ഇറക്കുക എന്ന് പറഞ്ഞാൽ നല്ല ചെലവുണ്ട്. എന്നാലും അതെല്ലാം നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് ഇത് പാടിയിരിക്കുന്നത് മലയാളത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട പുതുതലമുറയിലെ ഏറ്റവും പ്രിയങ്കരനായ ഗായകനാണ്. ഓണം എന്ന് പറയുമ്പോൾ എനിക്കൊരു 40 വർഷം പാട്ടുകളാണ് ഓരോ ഓണവും. 80കൾക്ക് തൊട്ടിങ്ങോട്ട് ദാസാറിന്റെ തരങ്ങളിലെ ഓരോ ഓണ കാസറ്റുമാണ് നമ്മുടെ ഓരോ ഓണവും. അതുകൊണ്ട് മലയാളിക്ക് നമ്മളിപ്പോ മാവേലി നാടുവാണി ഇടുങ്കാലം എന്ന പാട്ട് ചേർത്ത് വെച്ചിട്ടുള്ള ഒരു ഓണമാണ്. അപ്പൊ അത് പരമ്പരാഗതമായി നമ്മൾ ഇന്നും ഒരു പാട്ടില്ലാതെ മലയാളിക്ക് ഓണമില്ല. പ്രതിപക്ഷ നേതാവ് പി ഉണ്ണികൃഷ്ണൻ, കൗൺസിലർ ആശാ മുകേഷ്, അഡ്വക്കേറ്റ് പി രാജേഷ്, അഡ്വക്കേറ്റ് സിനീഷ് മാധവൻ, അരുൺ കെ പണിക്കർ, കണ്ണൻ ഹരിദാസ്, പീതാംബരൻ, ക്രിസ്തുദാസ്, നവനീത് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. കൽപ്പന സ്വാമിദാസാണ് നിർമ്മാണം. കെ എസ് ശശികുമാർ സ്വാഗതവും ഗാനരചയിതാവ് സ്വാമിദാസ് നന്ദിയും പറഞ്ഞു.